ഹലോ, അപ്പോൾ ഇന്ന് ഈ കാണുന്ന പോലത്തെ ഒരു കുഞ്ഞു ഹാറ്റ് ക്യാപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മാക്സിമം ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനിതിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കീ ചെയിൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ മാജിക്കൽ സർക്കിളിൻ്റെ ഉള്ളിലൂടെയൊക്കെ സിംഗിൾ ക്രോഷ് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് സിംഗിൾ ക്രോഷ് ചെയ്യുക. ഇത് എത്ര എണ്ണം ചെയ്യണം എന്നില്ല, ഈ ക്യാപ്പ് ഫില്ലാകുന്നത് വരെ നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബോട്ടിൻ്റെ ക്യാപ്പ് ഞാൻ ഈ പിടിച്ച അതേപോലെ തന്നെ പിടിക്കണം കേട്ടോ. നേരെ ഓപ്പോസിറ്റ് സൈഡിന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വിചാരിച്ച പോലെ സിംഗിൾ ക്രോഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു വിധമൊക്കെ ഈ ക്യാപ്പ് ഫില്ലായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സിംഗിൾ ക്രോഷിംഗ് കൂടി ചെയ്ത് നമുക്ക് ഈ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ബോട്ടിലിൻ്റെ രണ്ട് ഭാഗം മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് ചെയ്യണം. സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം പിടിച്ചതുപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിനെ പിടിക്കണം. എന്നിട്ട് നമ്മൾ 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കണം. 1 2. ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇനി ഈ ഡബിൾ ക്രോഷ്യ ചെയ്ത് സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യും കേട്ടോ. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും 2 വീതം ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സ്റ്റിച്ചിലും 2 വീതം ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഈ സെക്കൻഡ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള ഇത്രയും ഭാഗം കൂടി നമ്മൾ കംപ്ലീറ്റ് ആയി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത് 2 ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. തേർഡ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ യാൺ ഇങ്ങനെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ചെയിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് കടത്തി കൊടുത്തിട്ട് യാണിന് പുറത്തേക്ക് എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ. എല്ലാ ചെയിനിലേക്കും സിംഗിൾ ക്രോഷ്യ. ഫസ്റ്റ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ, ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. ഇനി സെക്കൻഡ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ചെയിൻ നമ്മൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു ചെയിൻ എക്സ്ട്രാ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ ഈ തേർഡ് റൗണ്ട് മുഴുവനായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുന്നു, നെക്സ്റ്റ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരാം കേട്ടോ.
ഇപ്പം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്കി വന്ന നൂലിനെയൊക്കെ ഉള്ളിലേക്കായിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കാണാത്ത രീതിയിൽ സൂചി നൂലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു വൈറ്റ് കളർ ഞാൻ എടുത്തിട്ട് സാധാരണ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു കുഞ്ഞു ബോ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടോ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. വൈറ്റ് കളർ ഞാൻ എടുത്തിട്ട് ഈ സ്പേസിൽ നമ്മൾ ചെറുതായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്യാപ്പിൻ്റെ ചുറ്റിനും അതും കൂടി ചെയ്തപ്പോൾ കുറച്ചും കൂടി ഭംഗിയായ പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനോ കമൻറ്റ് ആക്കാനൊന്നും മറക്കല്ല കേട്ടോ.